യാക്കോബ് സ്തോത്രം. എബ്രഹാം സ്വപ്നത്തെ കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഇസഹാക്കിന്റെ മകൻ യാക്കോബായപ്പോൾ ഹല്ലേലൂയ ആ സ്വപ്നം കുറച്ചും കൂടെ ഒരു തലമുറയിൽ നിന്ന് നമ്മളിലേക്ക് പകരപ്പെടുന്ന എന്തും അത് ദൈവത്തിന്റെ വെളിപ്പാടായിക്കോട്ടെ, സ്തോത്രം, ദൈവത്തിന്റെ കൃപകളായിക്കോട്ടെ, കൃപാവരങ്ങളായിക്കോട്ടെ, അഭിഷേകമായിക്കോട്ടെ, നാം എന്തും നന്നായി നാം അതിനെ കൈകാര്യം ചെയ്താൽ സ്തോത്രം അതിന്റെ അടുത്ത തലമുറയിൽ അത് അധികമായി ഹല്ലേലൂയ അത് ശോഭിക്കുവാൻ ഇടയായിത്തീരും. യാക്കോബിന്റെ ഭാഗം നമുക്കറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ ഇസാവിനോട് വഴക്കുണ്ടായി. സ്തോത്രം. പേടിച്ച് ഭയപ്പെട്ട് താൻ പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യത്തിൽ സ്തോത്രം ഹല്ലേലൂയ ബർശേബയിൽ നിന്ന് ഹാരാനിലേക്ക് ഓടിപ്പോകുന്ന പേടിച്ച് ഭയപ്പെട്ട്, അയ്യോ എൻ്റെ അപ്പനെ ഞാൻ ചതിച്ചു, എൻ്റെ ജ്യേഷ്ഠനായ ഇസാവിന് എന്നോട് ദേഷ്യമാണ്, എനിക്കൊരിക്കലും മടങ്ങി വരുവാൻ കഴിയത്തില്ല, എല്ലാം തകർന്നു പോയല്ലോ എന്ന് താൻ നിരാശപ്പെട്ട് തന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് ഓടിപ്പോകുന്നതിന്റെ മധ്യത്തിൽ ഒരു സ്വപ്നത്തിൽ ദൈവം ലുസ് പട്ടണത്തിൽ ഇടപെടുകയാണ്. ലുസ് പട്ടണത്തെ ബേഥേലാക്കി ദൈവത്തിന്റെ ഇടപെടലിന്റെ ഒരു സ്ഥലമായി, ദൈവം സംസാരിക്കുന്ന ഒരു ഇടമായി, ദൈവത്തിന്റെ അപ്പം, ദൈവത്തിന്റെ വചനം പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലമായി ആ എൻകൗണ്ടറിൽ മാറുകയാണ്.